ഹായ് ഹലോ വെൽക്കം ടു ഗസ്റ്റ് ടൈം. കേരളത്തിൽ ടെക്സ്റ്റൈൽ എന്ന ഒരു വലിയൊരു ശൃംഖലയ്ക്ക് മറ്റൊരു പേര് നൽകി, അതായത് ബൊട്ടീക്ക് എന്നൊരു ട്രെൻഡ് കൊണ്ടുവന്ന വനിതയാണ്. മറ്റും ആരുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ട്രിവാൻഡ്രത്ത് സെറീന ബൊട്ടീക്ക്. അതിൻ്റെ ഓണർ, ബിസിനസ് ഓൺട്രപ്രണർ, വെരി ചാമിങ് ഷീല ജെയിംസ്. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സാരി എന്ന് പറയുന്ന മേഖലയിൽ ആ ഒരു ട്രെൻഡ് കൊണ്ടുവരാൻ 1986 സെറീന എന്ന് പറയുന്ന ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ തന്നെ ഒരു പ്രചോദനം എന്തായിരിക്കും എന്നാണ് നമുക്ക് ആദ്യം തന്നെ ചോദിക്കാറുള്ളത്. 1986 ഞങ്ങൾ ആ സമയത്ത് ഫാമിലിയായിട്ട് ചെന്നൈയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം അതിന് മുന്നത്തെ കുറച്ച് കാര്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പം ഹൗസ് വൈഫായിട്ട് തന്നെ പോകുമായിരുന്നു. ആദ്യത്തെ കുറേ വർഷങ്ങളിങ്ങനെ 3 കുട്ടികളായി. അപ്പം അങ്ങനെ ബിസിയായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പം മൂന്നാമത്തെ കുട്ടിയും സ്കൂളിൽ പോയി തുടങ്ങിയപ്പം പിന്നെ ബോറടിച്ചു തുടങ്ങി. ഒരുപാട് സമയം സഹായത്തിനൊക്കെ ആളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സിൽ, അല്ലെങ്കിൽ അന്നൊക്കെ സാരി, അധികവും സാരി തന്നെയാണ്, അതിൻ്റെ ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യുമായിരുന്നു ഞാൻ. പല പല സ്റ്റൈലിലൊക്കെ കോളേജിൽ ബ്ലൗസസ് ഡിസൈൻ ചെയ്യുമായിരുന്നു ഉടുത്തോണ്ട് പോകാനായിട്ട്. അതുകൂടാതെ കുട്ടികളുടെ ഡ്രസ്സ്, അവർ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ അതിലൊരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ സമയം പോകാൻ വേണ്ടി മാത്രം എൻ്റെ അളവിൽ കുറച്ച് സൽവാർ കമ്മീസ് ഡിസൈൻ ചെയ്തു. അപ്പോൾ അന്ന് സൽവാർ കമ്മീസ് ഇങ്ങനെ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ചെന്നൈയിലായിരുന്നല്ലോ. ചെന്നൈയിൽ അത് നല്ല ഫാഷനബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയം. അങ്ങനെ ഒരു 4 സൽവാർ സെറ്റ് ഒരു ടൈലറെ വിളിച്ചിരുത്തി എൻ്റെ ഡിസൈനിൽ തയ്പ്പിച്ചു. അപ്പോൾ അവിടെ പാഞ്ചാലി എന്ന് പറഞ്ഞിട്ടൊരു ബുട്ടീക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആക്ട്രസ് ശാരദയുടെ ബുട്ടീക്കായിരുന്നു. ശാരദയല്ല അത് നടത്തുന്നത്, അവിടെ ഒരു മിസ്സസ് നായരുണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് പ്രിൻറ്റഡ് സാരീസൊക്കെ കിട്ടുമായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ബുട്ടീക്കിൻ്റെ കസ്റ്റമറായിരുന്നു. അങ്ങനെ ആ ആൻറ്റിയുമായിട്ടും, നല്ല പ്രായമുള്ള ഒരു ആൻറ്റിയായിരുന്നു മിസ്സസ് നായർ. അപ്പം ആൻറ്റിയുമായിട്ടും കൂട്ടായി. അങ്ങനെ ഇത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആ ആൻറ്റിയെ ഒന്ന് കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നല്ല രസമുണ്ടല്ലോ, ഇതിവിടെ വെച്ചിട്ട് പോകും, നമുക്കിത് സെയിലാക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ അതിനൊന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു. എന്നാലും ഓക്കെ, ട്രൈ ചെയ്യാം എന്നുള്ള ഇതിൽ അവിടെ ഞങ്ങളതൊരു പ്രൈസൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ട് വന്നു. അപ്പോൾ അത് അവിടെ വന്ന കസ്റ്റമേഴ്സ് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു. പെട്ടെന്ന് തന്നെ അത് സെയിലായി. അങ്ങനെ ഇരുന്നപ്പം ആൻറ്റി തന്നെ പറഞ്ഞു കുറച്ചുകൂടെ ചെയ്യും. അപ്പോൾ എനിക്കും അതൊരു വലിയൊരു പ്രോത്സാഹനമായി. നമുക്കിങ്ങനെ ഒരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെയൊക്കെ പല സ്ത്രീകളും ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ. കോളേജിൽ പഠിച്ചത് ഈ ഒരു ഫാഷൻ ഡിസൈൻ അല്ല, കെമിസ്ട്രി ആയിരുന്നു ഡിഗ്രിക്ക്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷന്. അതാ പറഞ്ഞ ഇങ്ങനൊരു ഫീൽഡിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്ന പോലെ ഓൺട്രപ്രണർ ആവണം, ഡിസൈനർ ആവണം, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വളരെ ആക്സിഡന്റലായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് എവിടെ പോയി ആ ഒരു ട്രഡീഷണൽ ട്രെൻഡ് ഒക്കെ കൊണ്ടുവരണം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. ഒരു പൊളിറ്റിക്കൽ മേഖലയിലാണ് മാം ഓൾറെഡി ഉള്ളത്. ഇപ്പോൾ അച്ഛൻ പൊളിറ്റീഷ്യൻ ആയിരുന്നു, അതുപോലെ തന്നെ മിനിസ്റ്റർ ആയിരുന്നു, അതോടൊപ്പം തന്നെ ഇപ്പൊ ബ്രദർ മിനിസ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അതിനൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് എങ്ങനെയാണ് മാമിന് ചിന്തിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ്? അതിങ്ങനെ ആക്സിഡന്റലായിട്ടുള്ള തുടക്കമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഓർഡേഴ്സ് വന്നപ്പോൾ എൻകറേജ്ഡ് ആയി. ഈ ബുട്ടീക്ക് മാത്രമല്ല, കേട്ടറിഞ്ഞ് മറ്റ് ബുട്ടീക്സ്, ഈവൻ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ഇതിന് ഡിമാൻഡ് ഉണ്ടായി. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ പോയി ഡിമാൻഡ് അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്തു, കൂടുതൽ ആളുകളെ വെച്ച് ചെയ്തു. അങ്ങനെ വളരെ ഒരു ആക്സിഡന്റൽ ഓൺട്രപ്രണറാണ് ഞാൻ.
അപ്പൊ ഈ ഒരു വ്യൂവേഴ്സും അത് മാത്രമല്ല ഈ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ പുതിയ പുതിയ ട്രസർ സിൽക്കിന്റെ സാരീസും ഇതൊക്കെ എങ്ങനെയാണ് മാം ട്രാവൽ ചെയ്ത് പോയി എടുക്കുകയാണ് ചെയ്യുന്നത്? ഇത് എങ്ങനെയാണ് പുതിയ ട്രെൻഡ്സ് ഒക്കെ എങ്ങനെയാണ് കണ്ടത്? തുടക്കത്തിൽ ഞാൻ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള തമിഴ്നാട്ടിൽ ആക്ച്വലി ഒരുപാട് വെറൈറ്റി ഓഫ് ഫാബ്രിക്സ് ഉണ്ട്. അതിൽ തന്നെ കാഞ്ചി കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ സൽവാർ സെറ്റാണ് ഞാൻ ആദ്യം ഡിസൈൻ ചെയ്തത്, പിന്നീടാണ് സാരിയിലേക്ക് വന്നത്. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളതും പിന്നെ കുറേശ്ശെ ട്രാവൽ ചെയ്തും ഒക്കെ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്ത്, പിന്നെ അവിടെ ഒരു പ്രത്യേകതരം എംബ്രോയിഡറി ഉണ്ടായിരുന്നു, ആരി വർക്ക് എന്ന് പറയും. വളരെ ഫൈനായിട്ടുള്ളൊരു ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ അത് അറിയാവുന്ന കുറച്ച് വർക്കേഴ്സിനെ കിട്ടി. അവർ അങ്ങനെയാണ് തുടക്കം. അപ്പോൾ പിന്നെ വെറൈറ്റിക്ക് വേണ്ടി ട്രാവൽ ചെയ്ത് തുടങ്ങി, മറ്റ് സ്റ്റേറ്റ്സിലോട്ടും ഒക്കെ പോയി. അങ്ങനെ നേരിട്ട് പോയി. പണ്ട് ഗൂഗിളും വേറെ യാതൊരു മാർഗവും ഇല്ലല്ലോ, നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം നേരിട്ട് ട്രാവൽ ചെയ്ത് ഉൾനാടുകളിൽ, ആക്ച്വലി പല സ്ഥലത്തും ഫ്ലൈറ്റും ഒന്നും എത്താത്ത സ്ഥലങ്ങളൊക്കെയാണ് ഈ വീവേഴ്സും നമ്മുടെ ഇന്ത്യയിലെ പലതരം ക്രാഫ്റ്റ്സ് നടക്കുന്നതുമൊക്കെ ഇൻറ്റീരിയേഴ്സിലാണ്. അപ്പോൾ അങ്ങനെ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരിക ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയാണ് മാം ഇപ്പം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ? ഇപ്പം കുറച്ചുകൂടെ ഈസിയറാണ്, എന്നാലും എപ്പോഴും നേരിട്ട് പോകുന്നത് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ അങ്ങനെ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴും ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം വീഡിയോ കോൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയും സെലക്ട് ചെയ്യാം. നോൺ സപ്ലയേഴ്സ് അല്ലെ വെൻഡേഴ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാം, സെലക്ട് ചെയ്യാം, വിശ്വസിച്ച് ചെയ്യാം. പുതിയ ആൾക്കാരാണെങ്കിൽ എപ്പോഴും നേരിട്ട് പോയി അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മാമിൻ്റെ തന്നെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ സെറീനെ തന്നെ യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ഇപ്പം ആ ഒരു 86 എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരും പിന്നെ ഇവരുടെ മക്കളും എനിക്ക് തോന്നുന്നു പ്രിഫർ ചെയ്യുന്നത് കൂടുതലും സെറീനെ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡിലേക്ക് അങ്ങനെ തന്നെ കൊണ്ടുവരാനായിട്ട് മാമിനെ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് മാം ചെയ്യുന്നത്? പ്ലാനിങ് ഒക്കെ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 4th ജനറേഷൻ കസ്റ്റമേഴ്സാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ 3rd ആയിരുന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പം ആ 3rd ജനറേഷൻ്റെ മക്കളും വരുന്നുണ്ട്. ബിക്കോസ് നമുക്ക് യങ്സ്റ്റേഴ്സിനുള്ള ഇതുകൊണ്ട്, സാരി ആയാലും കുർത്തി ആയാലും ഉള്ളതുകൊണ്ട് 4th ജനറേഷൻ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവരെ കേറ്റർ ചെയ്യാൻ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, നമ്മൾ ട്രെൻഡ്സ് മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യൻ മാത്രം പോരാ, ലോകം എമ്പാടും നടക്കുന്ന ഇന്നോവേഷൻസ് നമ്മൾ ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ അതിനൊക്കെ സൗകര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു, നേരത്തെ അതൊക്കെ ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഇപ്പം കളർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ് ഓരോ വർഷം ഒരു കളർ ഉണ്ടാവും. അതൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പം കോൺസ്റ്റൻ്റ്ലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ്. പിന്നെ ഓഫ് കോഴ്സ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കസ്റ്റമേഴ്സ് എന്താണ് ആവശ്യപ്പെടുന്നത്, അല്ലെ എന്താണ് അവരെ സന്തോഷിപ്പിക്കുന്നത്, ഓരോ ഏജ് ഗ്രൂപ്പിന് എന്താണ്, ഓരോ ഒക്കേഷൻ എന്തായിരിക്കും, അതെല്ലാം വെച്ച് ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും എല്ലാം കൂടി വെച്ചാണ് അത് കേറ്റർ ചെയ്യുന്നത് എല്ലാ ജനറേഷനും. ഇപ്പോൾ വളർന്നു വരുന്ന ബൊട്ടിക്സ് ഓണേഴ്സിനോട് മാമിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ തുടങ്ങിയത് വെച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈനാണല്ലോ ഞാൻ ബിസിനസ്സായിട്ട് തിരഞ്ഞെടുത്തത്. എനിക്ക് ഡിസൈനിങ് ചെറുപ്പത്തിലേ ഇഷ്ടമായിരുന്നു, കുറച്ച് ഡിഫറെൻ്റായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ലൈൻ തന്നെ ആയതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്തത്. ഇപ്പോൾ 40 ഇയേഴ്സാണെന്ന് പറയുന്നു. ഈ 40 ഇയേഴ്സും ഞാൻ ഓരോ ദിവസവും എൻജോയ് ചെയ്താണ് ഈ ഒരു പ്രൊഫഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള, ഇപ്പോൾ കുക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ ഒരു ഫുഡ് ബിസിനസ് തുടങ്ങാം, ഒരു കേറ്ററിംഗ് ബിസിനസ് തുടങ്ങാം. ബ്യൂട്ടി ആണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ട് അത് തുടങ്ങാം. സോ നമ്മളുടെ പാഷനെ പ്രൊഫഷനായി മാറ്റാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. അതെ 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 അതെ, കറക്റ്റ്. ഒരു ബേർഡനായിട്ട് വിചാരിച്ച് അങ്ങനെ ചെയ്യാതെ എൻജോയ് ചെയ്ത് ചെയ്യാം. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുക,
മനസ്സിലായത് നമ്മുടെ ഡീലിങ്സ് എല്ലാം വളരെ ഫെയർ ആയിരിക്കുക, ഓണസ്റ്റ് ആയിരിക്കുക, അതിലൊക്കെ വലിയ നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മളോട് ഡീൽ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷനും അതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പം നമ്മളുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ വീവേഴ്സ്, നമുക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്നവർ, ഫാബ്രിക് സപ്ലൈ ചെയ്യുന്നവർ, പ്രിൻ്റ് ചെയ്യുന്നവർ, എംബ്രോയ്ഡറി ചെയ്യുന്നവർ, അവരുമായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പ് നല്ലതായിട്ട് കാത്തു സൂക്ഷിക്കുക, ഫെയറായിട്ട് ഡീൽ ചെയ്യുക. അവർക്ക് കൊടുക്കേണ്ടത്, നമ്മളിപ്പം അക്കൗണ്ട്സൊക്കെ നമ്മൾ എത്ര എക്സ്പാൻഡ് ചെയ്താലും നമുക്കതിലൊരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ലയബിലിറ്റീസ് നമുക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കുക എന്നുള്ള ആ ഒരു പോളിസി വേണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ലയബിലിറ്റീസാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രോഫിറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് വന്നോളും. പക്ഷെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇതൊക്കെ തന്നെ ബാക്കി എല്ലാവർക്കും അറിയാവുന്ന അപ്ഡേറ്റഡ് ആയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി ചെയ്യുക, നമ്മുടെ ഫീൽഡ് എന്താണോ അതിനെക്കുറിച്ച് ഡീപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക. ഓരോ ദിവസം കഴിയുന്തോറും ഇന്നോവേഷൻസ് വരികയല്ലേ, ഫാബ്രിക്കിലാണെങ്കിലും കളേഴ്സിലാണെങ്കിലും ക്രാഫ്റ്റ്സിലാണെങ്കിലും. അങ്ങനെ അതെല്ലാം സ്റ്റഡി ചെയ്തിരിക്കുക. ഓക്കെ, ഇനിയൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. കളേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് കളേഴ്സിന്റെ ഇടയിലാണ് നിൽക്കുന്നത് മാം, അറിയാം. പല പല കളേഴ്സാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കളേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, പുതിയ കളേഴ്സ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. മാം പറഞ്ഞതുപോലെ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഫേവറേറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെന്ന് കൈ പിടിച്ച് എടുക്കുന്ന ഒരു കളർ? ഞാൻ എപ്പോഴും റെഡ് ഷെയ്ഡ്സിന്റെ അടുത്തോട്ടാണ് പോയി എടുക്കുന്നത്. റെഡിന്റെ തന്നെ ഒത്തിരി ബ്രൈറ്റ് അല്ലാത്ത ഒരു മെറൂണിഷ് റെഡ് ഒക്കെ ഉണ്ടല്ലോ, ക്രിംസൺ, അതുപോലെ ഉള്ള ഷെയ്ഡ്സിൽ കുറേ ഉണ്ട് എനിക്ക് പേഴ്സണൽ സാരീസ്. പിന്നത്തേത് ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റ് എനിക്ക് വളരെ ഇഷ്ടം, വളരെ എലിഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും ഓഫ് വൈറ്റ് യൂസ് ചെയ്യുമ്പോൾ സാരീസ്. അപ്പോൾ ആ ഒരു ടച്ച് സെറീനയ്ക്ക് എപ്പോഴും കൊടുക്കാറുണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും. ഓഫ് വൈറ്റ് സാരീസിന് ഞങ്ങൾ കുറച്ച് ഫേമസ് ആണ്. ഒരുപാട് പേര് ഓഫ് വൈറ്റ് ബേജ് സാരീസ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്ത് വരാറുണ്ട്. എപ്പോഴും അതിൻ്റെ കളക്ഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇനി ഓണം വരുന്നത് കൊണ്ട് കേരള സാരിയും. അതെ അതെ അതെ. എന്തായിരിക്കും പുതിയതായിട്ട് നമുക്ക് ഓണത്തിന് വേണ്ടി മാം സമ്മാനിക്കുന്ന ട്രെൻഡ്സ് എന്തൊക്കെ? ഓഫ് വൈറ്റിൻ്റെ തന്നെ കളക്ഷൻ ടിപ്പിക്കൽ കേരള സാരികൾ ഉണ്ടാവും, അതിൽ ഇന്നോവേഷൻസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ മറ്റ് ഫാബ്രിക്സിലും ഓഫ് വൈറ്റ്, ഇപ്പം കാഞ്ചീപുരത്തിൽ കാഞ്ചി കോട്ടണിൽ ഓഫ് വൈറ്റ് സാരീസ്, സോ ദാറ്റ് ഒരു ചേഞ്ച് ആവും. എല്ലാവരും കേരള സാരി ഉടുക്കുമ്പോൾ അതേ തീമിൽ പോവുകയും ചെയ്യും, അത് അറ്റ് ദ സെയിം ടൈം കുറച്ച് ഡിഫറെൻ്റ് ആവും. അങ്ങനെ അതിൽ പല ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്തത് സാരികൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. മാം ആദ്യം തുടങ്ങിയത് കുർത്തീസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴും കുർത്തീസിന്റെ ഒക്കെ പല തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ ക്ലോത്ത്സ് നമുക്ക് അവൈലബിൾ ആണ്. എന്തൊക്കെയായിരിക്കും സെറീനയിൽ നമുക്ക് പുതിയതായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കുർത്തീസ് ഓൾറെഡി ഉണ്ട്. അതിന്റെ ഡിസൈൻസ് മാറ്റിക്കൊണ്ടിരിക്കും, കളർ കോമ്പിനേഷൻസ് മാറ്റിക്കൊണ്ടിരിക്കും, സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യും. അത് യങ്സ്റ്റേഴ്സിന് പറ്റിയതുണ്ട്, സിമ്പിളായിട്ട് വേണ്ടവർക്ക് അതുണ്ട്. കോട്ടൺ ഒരുപാട് ഉണ്ട്. എനിക്ക് ആദ്യം മുതലേ ഹാൻഡ്ലൂംസിനോട് വലിയ താല്പര്യമുണ്ട് പേഴ്സണലി. അപ്പം എൻ്റെ ഷോപ്പിൽ വന്നാലും കൂടുതലും ഹാൻഡ്ലൂംസിൻ്റെ പ്രോഡക്ട്സ് കാണാൻ പറ്റും. ഹാൻഡ് ക്രാഫ്റ്റ്സ്, അങ്ങനെയുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ്, അതെല്ലാം കൈകൊണ്ട് ചെയ്യുന്നതാണല്ലോ. കലംകാരി, അജ്രക്, അങ്ങനെയൊക്കെയുള്ള ക്രാഫ്റ്റ്സ്. അതുവഴി ക്രാഫ്റ്റ്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ ചാൻസ് കിട്ടിയാൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സിൻ്റെ കാലമായതുകൊണ്ട് ഞാൻ നിൽക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയും ഇതെന്താണ്. ഇപ്പം കലംകാരി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ കഴിയുന്നതും അതിൻ്റെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാനും കൂടി ശ്രമിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പല ഈ ഹാൻഡ് ക്രാഫ്റ്റ്സും ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ അതിപ്രസരം കാരണം പ്രൈസിൽ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവർക്ക്. ഹാൻഡ് ആകുമ്പോൾ ലേബർ ഇൻവോൾവ് അല്ലേ. അപ്പം അതേ സമയത്ത് ഹൈടെക് മെഷീൻസ് വന്ന് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അത്രയും വില വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പലരും ആ ഫീൽഡ് വിട്ടുപോവാണ്. അത് ഭയങ്കര ഒരു സങ്കടകരമായ കാര്യമാണ്. വെച്ചാൽ ഇത് നമ്മുടെ
പരമ്പരാഗതമായിട്ടുള്ള ഒരു വെൽത്താണ്, നമ്മുടെ കൾച്ചറിൻ്റെ, നമ്മുടെ ട്രഡീഷൻ്റെ ഒക്കെ ഭാഗമാണ്. അപ്പോൾ അത് നശിച്ചു പോകാതിരിക്കാൻ നമ്മളാലാകുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി സെറീന ഒത്തിരി ഈവൻസ് ചെയ്യുന്നതാണ്, ഓരോ മന്തിലും ഓരോ ഈവൻസ് ആണ്. സെറീന ഈസ് എ ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ പുതിയ ഈവൻസ് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഓണത്തിന് എന്തെങ്കിലും ഈവൻസ് ഉണ്ടോ? ഓണത്തിന് ഡെഫിനറ്റ്ലി ഓണത്തിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. പിന്നെ ഓണം കഴിഞ്ഞ് യൂഷ്വലി നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ടസറിൻ്റെ ഒരു കളക്ഷൻ. ടസർ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫാബ്രിക്കാണ്. അതുകൊണ്ട് എപ്പോഴും കടയിലുണ്ടാകും. അതുകൂടാതെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ടസർ ട്രോബ് എന്ന് പറഞ്ഞിട്ട് അതെല്ലാ വർഷവും നടത്തുന്നതാണ്. അത് കഴിയുമ്പോഴേക്കും പിന്നെ ക്രിസ്മസിൻ്റെതാവും, ക്രിസ്മസ് ന്യൂ ഇയർ ആവും. പിന്നെ വാലന്റൈൻസ് ഡേക്കും നമ്മൾ ചെയ്യാറുണ്ട്, ഫെബ്രുവരിയിൽ ചെയ്യാറുണ്ട്. മാർച്ചിൽ കോട്ട ഉത്സവം, അത് നമ്മളുടെ ഒരു ഹിറ്റായിട്ടുള്ള ഒരു ഇവൻ്റാണ്. മാർച്ചിൽ ചൂടാണല്ലോ, അപ്പോൾ ആ സമയത്ത് ഈ കോട്ട സാരിക്ക് നല്ല ഡിമാൻഡാണ്. അപ്പം അന്നേരം ഇതെല്ലാം ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചും കസ്റ്റമേഴ്സിൻ്റെ ഒരു എൻക്വയറീസ് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് ചെയ്യുന്നത്. കോട്ട മാർച്ചിലുണ്ടാവും, പിന്നെ ഈസ്റ്റർ ഉണ്ടാവും. എല്ലാ മാസവും ഈ പറഞ്ഞ പോലെ അനീഷ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്കൊരു ഇതുണ്ടാവും. അതിന് പുതിയത് കൊണ്ടുവരിക എന്നുള്ളതാണ് ചാലഞ്ച്. കഴിഞ്ഞ വർഷം ചെയ്തതല്ലാതെ ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. മാമിൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എവിടെയാണ്? വീട്ടിൽ നിന്ന് തന്നെയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ മേഖലയിലുള്ള ആൾക്കാരുമാണ് കൂടെ ഉള്ളത്. എന്നാലും മകൾ ഫാഷൻ ഡിസൈനറാണ്. മന്ത്ര ബുട്ടീക്ക് കൊച്ചിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാമിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ഫാമിലിയിൽ നിന്നാരായിരിക്കും? ഫാമിലിയുടെ സപ്പോർട്ട് തുടക്കം മുതലേ ഉണ്ടായിരുന്നു ശരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വർഷം പിടിച്ച് നിൽക്കാൻ പറ്റിയത്. തുടങ്ങിയ സമയത്ത് കുട്ടികൾ ചെറുതായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി സഡനായിട്ടായിരുന്നല്ലോ എക്സ്പാൻഷനൊക്കെ വന്നത്, അങ്ങനെ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. അപ്പം അന്ന് മുതലേ അവരെല്ലാം കൂടെ ഉണ്ട്. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണ് എൻ്റേത്. പേരൻസ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും മക്കൾ, ഹസ്ബൻഡ്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡേ ടു ഡേ കാര്യങ്ങളിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അവരെല്ലാം അവരവരുടെ വഴിക്ക് ബിസിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത കളക്ഷന് ഹെൽപ്പ് ചെയ്യണം അങ്ങനെയൊന്നും ആരും ഫ്രീ അല്ല. ഞാൻ ആലോചിക്കാറുണ്ട്, ഒരാളെങ്കിലും ഈ ഫാമിലിയിൽ നിന്ന് ഫ്രീ ആയിട്ടിരുന്നെങ്കിൽ കുറച്ചൊരു ഹെൽപ്പിന് വിളിക്കായിരുന്നു. അങ്ങനെ ആരും തന്നെയില്ല. എൻ്റെ 94 ഇയേഴ്സായ അമ്മയും ഏറ്റവും എൻ്റെ 5 വയസ്സുള്ള ഗ്രാൻഡ് സണ്ണും എല്ലാവരും ബിസിയാണ്, അവരുടേതായ ലോകത്ത് ബിസിയാണ്. അപ്പം നമ്മളുടെ ഈ മൈന്യൂട്ട് കാര്യങ്ങളിൽ ഇടപെടാൻ ആരുമില്ല. പക്ഷേ ഓവറോൾ സപ്പോർട്ട്, മോറൽ, അതെ. ഞാൻ തന്നെ ട്രാവൽ ചെയ്തും പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളുടെ വെൻഡേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെയും ജനറേഷൻസ് മാറി. അവരുടെ യങ് ജനറേഷനൊക്കെ വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്ന് ബിസിനസ്സിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരും നല്ലതായിട്ട് ഇന്നോവേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പം കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അന്ന് മുതലേ ഉള്ള വർക്കേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഉണ്ട്. തുടക്കം മുതലുള്ള വെൻഡേഴ്സും ഉണ്ട്, ഈ ക്രാഫ്റ്റ്സ്മെനും വീവേഴ്സും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ജനറേഷൻ മാറി. അവരുടെയും ചിലപ്പം മക്കളോ ഗ്രാൻഡ് സൺസോ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. തലമുറ മാറിയല്ലോ, 40 ഇയേഴ്സ് ആയില്ലേ. എന്തുകൊണ്ടാണ് മാമിന്റെ കൂടെ നിൽക്കാത്തത്? ഇത്രയും അല്ലെ, ഇപ്പൊ തന്നെ നമുക്ക് ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മാം വളരെ കൂളാണ്, വളരെ ഫ്രണ്ട്ലി ആണ്. അപ്പൊ മാമിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ ആർക്കും തന്നെ തോന്നില്ല. കാരണം മാമിന്റെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ വെൻഡേഴ്സ് ആയിരുന്നാലും വർക്കേഴ്സ് ആയിരുന്നാലും എല്ലാവരും നിൽക്കുക എന്ന് പറയുന്നത്. അതൊരു ബ്ലെസ്സിങ് ആണ് അല്ലെ മാം? ഒരു 40 ഇയേഴ്സ് ആയിട്ട് നമ്മുടെ കൂടെ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നതും. അത് തന്നെയാണ്. നമ്മൾ ക്രാഫ്റ്റ്സിൽ അധിഷ്ഠിതമായ ഒരു ബിസിനസ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ തന്നെയാണ് നമ്മുടെ ബാക്ക് ബോൺ. കാരണം പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പല പേരുടെയും ബോട്ടേക്കിൽ നടക്കുന്ന, മാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ടിങ് ഒക്കെ വേറുള്ളവർ നോക്കി, അപ്പോൾ അതിൽ ശ്രദ്ധിക്കാതെ വന്നു. ഈ റീസെന്റ് നമ്മൾ ഒരുപാട് ന്യൂസസ് കേട്ടത്. അതെ കറക്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കൂട്ടായ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് മാമിന്റെ കൂടെ ഉള്ള എൻ്റെ ടീമും പണ്ട് മുതലേ ഉള്ള നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന ബിസിനസ് അസോസിയേറ്റ്സ് ആയിട്ടുള്ളവരും
അവരൊക്കെ അവരുമായിട്ട് ആലോചിച്ചൊക്കെ തന്നെയാണ് ഒരു ഡിസൈൻ മാം കൊണ്ടുവരുമ്പം എങ്ങനെയാണ് ആ ഡിസൈൻ, അല്ലെങ്കിൽ ഈ സാരിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരണം, അല്ലെങ്കിൽ കുർത്തീസ് ഇങ്ങനെയായിരിക്കണം, അപ്പൊ എങ്ങനെയാണ് അവര് നേരിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും, വേണ്ടി വന്നാൽ സ്കെച്ച് ചെയ്യും, അല്ലെ അവർ നമ്മളെ സ്കെച്ചസ് കാണിക്കും, ലേറ്റസ്റ്റ് ഡിസൈൻസ് ഇതാണെന്ന് പറഞ്ഞ് അങ്ങനെ ചൂസ് ചെയ്യും. അല്ല ഇവിടെ ഇരുന്നാണെങ്കിൽ വീഡിയോ കോൾ വഴി അവരുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പുതിയ കളർ കോമ്പിനേഷൻ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ എല്ലാം ചിലപ്പോൾ പോസിബിൾ ആയിരിക്കത്തില്ല, അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നത്. എംബ്രോയിഡറിയിലാണെങ്കിലും എല്ലാം അങ്ങനെ ഡിസ്കഷൻ വഴി തന്നെയാണ്. കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യും. നമ്മുടെ ഈ ഇവൻറ്റ്സിനെല്ലാം നമ്മളൊരു 6 മാസം മുമ്പെങ്കിലും പ്ലാൻ ചെയ്യും. ഇപ്പം മാർച്ചിലാണ് കോട്ട ഉത്സവമെങ്കിലും നമ്മളൊരു ഡിസംബറിന് മുന്നേ തന്നെ അതിൻ്റെ വർക്ക് തുടങ്ങും, പ്ലാനിങ് തുടങ്ങും. കൊച്ചിയില് മകള് മന്ത്ര ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, അതിൽ എന്തുമാത്രം സപ്പോർട്ട് മാം കൊടുക്കുന്നുണ്ട്? മോൾ ആക്ച്വലി എൻ്റെ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ വരുമായിരുന്നു. അങ്ങനെ ഈ വർക്കേഴ്സിൻ്റെ കൂടെ ഇരുന്ന് കണ്ടും പഠിച്ചിട്ടൊക്കെയാണ് ഇൻട്രസ്റ്റ് തോന്നിയത് ഈ ഫീൽഡിൽ. അത് കഴിഞ്ഞ് പിന്നെ NIFT കോഴ്സ് ചെയ്തു, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്തിട്ടാണ് സ്വന്തമായിട്ട് തുടങ്ങിയത്. ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്സ് പോവും. ഈ പറഞ്ഞ പോലെ ഡിസൈൻ മോള് തന്നെയാണ് ചെയ്യുന്നത്. ഫാക്ടറി ഉണ്ട് കൊച്ചിയിൽ. പിന്നെ ഈ സോഴ്സിങ് ട്രിപ്സിന് ഞങ്ങൾ ഒരുമിച്ച് പോവും. ഇതൊക്കെ പ്രൊക്യൂർ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുമിച്ച് പോവും. അച്ഛൻ ബേബി ജോൺ മിനിസ്റ്റർ ആയിരുന്നു, ബ്രദർ ഷിബു ബേബി ജോൺ ഉണ്ട്. അപ്പോൾ സാറ് ഇവർ തമ്മിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ രീതിയിലോട്ടോ, ഇനിയിപ്പോൾ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ രീതികൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉള്ളതായിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ? കാരണം അച്ഛനെ കണ്ട് വളർന്ന ആളാണ്, ഇപ്പോൾ ബ്രദറിനെ കാണുന്നു, സഹോദരൻ ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പൊളിറ്റിക്കൽ രീതികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെങ്കിലും മാമിന് ഫീൽ ചെയ്യാറുണ്ട്? വ്യത്യാസമാണല്ലോ ശരിക്കും. 2 കാലഘട്ടത്തിലും 2 സാഹചര്യങ്ങളിലും പൊളിറ്റിക്സിലേക്ക് വന്നവരാണ്. എൻ്റെ ഫാദർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അത്രയും ഏർലി ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോളേജിലും ഒക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. പല കോളേജുകൾ മാറി. അത് കഴിഞ്ഞിട്ട് ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു. തൊഴിലാളികൾക്ക് നേരെ നടന്നുകൊണ്ടിരുന്ന അനീതിക്കെതിരെ പ്രതികരിച്ച് അതെ അവരെ സംഘടിപ്പിച്ച് ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കി അങ്ങനെ പൊളിറ്റിക്സിൽ വന്ന. അപ്പം ലൈഫ് ആ രീതിയിൽ തന്നെയായിരുന്നു. കൂടുതലും അവരുടെ കൂടെ തന്നെയായിരുന്നു. നേരം വെളുത്താൽ അവരുമായിട്ട് പോവുക, രാത്രി വന്നാലായി വന്നില്ലെങ്കിലായി. ഒറ്റ മകനായിരുന്നു. കഷ്ടപ്പെട്ടല്ലേ? അതെ അതെ. അങ്ങനെ ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച് അവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമായിരുന്നു. അമ്മ പറയാറുണ്ട്, അമ്മ കല്യാണം കഴിച്ചു വരുമ്പോഴും ഇത് തന്നെയായിരുന്നു ലൈഫ്. രാവിലെ എണീക്കുമ്പം എല്ലാ റൂമിലും എല്ലായിടവും ആളുകളുണ്ടാവും, അവരുടെ കൂടെ അങ്ങ് പോവും. അങ്ങനെ അമ്മയും അത് ആക്സെപ്റ്റ് ചെയ്തു. അതുമായിട്ട് അഡ്ജസ്റ്റഡായി അമ്മയ്ക്കും. പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ടോ എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ടോ ഒന്നും തോന്നാറില്ലായിരുന്നു. യൂസ്ഡായി. അങ്ങനെ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് MLA ആയതും പിന്നെ മിനിസ്റ്ററൊക്കെ ആയി അങ്ങനെ വന്നത്. അപ്പോൾ അതൊരു വേ ഓഫ് ലൈഫ് പോലെയായിരുന്നു, അല്ലാതെ ഒരു നാച്ചുറലായിട്ട് വന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ബ്രദറിൻ്റെത്, ഷിബുവിൻ്റെത്, ഫാദറിന് സുഖമില്ലാതായ സമയത്ത് ഷിബു അന്നേരം എൻജിനീയറിങ് കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ് നോക്കിക്കൊണ്ടിരുന്നു. ഒരു സീ ഫുഡ് ബിസിനസ് ഉണ്ടായിരുന്നു കൊല്ലത്ത്, ചവറയിൽ, നീണ്ടകര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഫാദറിന് സുഖമില്ലാതായപ്പോൾ ആ ഒരു വാക്യൂം അവിടെ ഉണ്ടായി. അപ്പോൾ ഷിബുവിനെ നിർബന്ധിച്ച് അങ്ങനെ പൊളിറ്റിക്സിലോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഷിബുവും ആൾക്കാരുടെ സ്നേഹവും എല്ലാം കണ്ട് ഷിബുവിനും താല്പര്യം തോന്നി അങ്ങനെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഷിബുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞപ്പം സ്വന്തം പരിശ്രമം കൊണ്ട് ഷിബു അതിലേക്ക് അഡാപ്റ്റഡായി. അപ്പം ഷിബു എപ്പോഴും പറയും, പപ്പാച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, പപ്പാച്ചൻ്റെ കൂടെ ഒരു കുറച്ച് കാലം ഒന്ന് കൂടെ നടന്ന് ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമമുണ്ടെന്ന് ഷിബു എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആ ജീവിതം കണ്ട് വളർന്നായതുകൊണ്ട് കുറച്ചൊക്കെ അത്
നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഇംബൈബ് ചെയ്യുമല്ലോ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷിബു ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയപ്പം ഫാദറിനെ പോലെ തന്നെ നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുക, ദീർഘവീക്ഷണത്തോടെ പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ അതിലൊക്കെ ഏകദേശം അടുത്തെത്തുന്നുണ്ട്. എന്നാലും രണ്ടും രണ്ട് പേഴ്സണാലിറ്റീസാണ്. ഒരു തരത്തിലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളല്ല. ശ്രീ ബേബി ജോൺ അച്ഛൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു? ഒട്ടുമല്ല, ഒട്ടുമല്ല. വളരെയധികം ലാളിച്ചാണ് ഞങ്ങളെ വളർത്തി. ഒന്നാമത് അധികം സമയം കാണുന്നില്ലല്ലോ, അപ്പൊ ആ കാണുന്ന സമയം മാക്സിമം ക്വാളിറ്റി ടൈം എന്ന് പറയുമല്ലോ. അങ്ങനെ നമ്മളോട് ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അച്ചായി. അപ്പോഴേ റിലാക്സ്ഡ് ആണല്ലോ. അല്ലെങ്കിലും ടെൻഷനൊന്നും വീട്ടിൽ കാണിക്കത്തില്ല. എപ്പോഴും വളരെ cheerful ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളെ കൂടെ ഇരുത്തി ഈ ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് ഒരു ഇമ്പോർട്ടൻ്റ് ടൈം അതാണ്. അപ്പം കൂടെ ഇരുത്തുകയും എനിക്കൊക്കെ ഒരു കുറേ പ്രായമായി, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടും ചോറ് വരുത്തരുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യുമായിരുന്നു. ഫുഡ് കാര്യങ്ങളിലൊക്കെ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നു. ഹെൽത്തി ആയിട്ട് കഴിക്കണം, ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം എന്നൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ബ്രദറും എങ്ങനെയാണ്? ബ്രദറും ആ ഒരു അച്ഛനെ പോലെ തന്നെ കണ്ടു വളർന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് ബേബി ജോൺ സാറിനെ പോലെ തന്നെ ആയണോ ഷിബു ബേബി ജോൺ സാർ? പേഴ്സണലി ചോദിക്കുക, ഷിബു വളരെ ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഇമോഷണലാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഷിബുവിന്. ഞങ്ങളെല്ലാം ആസ് എ ഫാമിലി വളരെ ഞങ്ങൾ ക്ലോസ് ആണ്. എൻ്റെ ഒരു ബ്രദർ കഴിഞ്ഞ വർഷം പോയി, ഞങ്ങൾ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള ഷാജി. അപ്പം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എത്രമാത്രം ഞങ്ങൾ അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയെന്ന് പറയത്തില്ലേ, അതുപോലെ ഞാൻ ഒരിക്കലും അതിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്രയ്ക്കും ഞാൻ ഡൗൺ ആയിപ്പോയി. അപ്പോൾ അതേപോലെ ഞങ്ങൾ 3 പേരും അങ്ങനെയാണ് വളർന്നത്. അച്ഛനും അമ്മയും ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ഒരു സർക്കിൾ ഓഫ് ലവ് എന്ന് പറയുന്ന അതിനകത്ത് വളർത്തിയതാണ്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു സ്വഭാവം ഞങ്ങൾക്ക് എല്ലാ 3 പേർക്കും ഉണ്ട്. ഷിബു ബേബി ജോൺ സാറിനെ കുറിച്ച് പറയുമ്പോൾ ആസ് എ മിനിസ്റ്റർ മാത്രമല്ല, ഒരു ഫിലിം പ്രൊഡ്യൂസർ കൂടിയാണ്. മാലൈക്കോട്ടൈ ഭാലിപ്പൻ എന്ന് പറയുന്ന ഫിലിം മോഹൻലാലിന്റെ വൺ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പൊ ആ ഒരു മേഖലയിലും കൂടി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഷിബു ബേബി ജോൺ സാർ എന്ന് പറയുന്നത്. അപ്പോൾ സാറിന്റെ സിസ്റ്റർ എന്നുള്ള നിലയിൽ, അത് മാത്രമല്ല ഒരു ബിസിനസ് ഓൺട്രപ്രണർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ ഫിലിം ബേസ്ഡ് ആയിട്ട്, കോസ്റ്റ്യൂം ബേസ്ഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ? അതിൻ്റെ രസം എന്നാന്ന് വെച്ചാൽ ഷിബു തന്നെ അതിലങ്ങനെ ഒരു ഡീപ്ലി ഇൻവോൾവ് അല്ലായിരുന്നു. ഷിബുവും മോഹൻലാലും കൂടെ അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിൽ വന്ന ഒരു ഐഡിയ ആണ്. പക്ഷേ അതിൻ്റെ ഷൂട്ടിലോ പ്രൊഡക്ഷനിലോ ഒന്നും ഷിബു അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ല. അത് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ വേയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് അതെല്ലാം പോയിട്ടുള്ളത്. ഷിബു 1-2 തവണ ഷൂട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തെന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഷിബു തന്നെ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കാര്യങ്ങളായിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മിനിസ്റ്റർ എന്ന നിലയിൽ തൊഴിൽ മേഖലയിലായിരുന്നു ആദ്യം ഒരു മിനിസ്റ്റർ ആയിരുന്നത് നമ്മുടെ ഷിബു ബേബി ജോൺ സാറ്. അപ്പൊ ഇപ്പോ വനം വകുപ്പിലേക്ക് മാറി. അപ്പൊ ആ ഒരു ചേഞ്ച് ഒക്കെ എങ്ങനെയാണ്? വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ടോ? മാമിന്റെ അടുത്തൊക്കെ പറയാറുണ്ടോ? എന്താണ് അങ്ങനെ ഒരു ചേഞ്ച് കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ പോർട്ട്ഫോളിയോ ഡിസ്കഷൻ വന്നപ്പോൾ ഷിബുവിന് ഇഷ്ടപ്പെട്ട വകുപ്പ് തന്നെയായിരുന്നു ഫോറസ്റ്റ്. ഷിബുവിന് നേരത്തെ തന്നെ ഈ ഫോറസ്റ്റും വൈൽഡ് ലൈഫിനോടും ഒക്കെ താല്പര്യമുള്ള ആളാണ്. ഷിബു ഹോളിഡേക്കൊക്കെ പോകുന്നത് അധികവും ഈ ആഫ്രിക്കൻ ഫോറസ്റ്റിലേക്കും സഫാരിക്കും ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്ന് മാത്രമല്ല ചലഞ്ചസ് ഏറ്റെടുക്കാൻ ഇഷ്ടമാണെന്നും എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഇതൊരു വളരെ ചലഞ്ചിങ് വകുപ്പാണ്, വളരെയധികം ഉത്തരവാദിത്വം കൂടുതലുള്ള വകുപ്പാണ്. എന്ന് വെച്ചാൽ ഫോറസ്റ്റും വൈൽഡ് ലൈഫുമാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി എങ്കിലും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും കൂടി ഉത്തരവാദിയാണ്. അപ്പോൾ 2 സൈഡും ഇങ്ങനെ ഷീൽഡ് ചെയ്ത് നിർത്തേണ്ട ഒരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഏത് സമയവും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനുമാണ്.
അപ്പം അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ഷിബു അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലേബറിലും ഷിബു കുറേ ഇന്നോവേഷൻസൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ലേബറിൻ്റെ ഒരു വേർട്ടിക്കൽ ഇപ്പോഴും ഷിബുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ കൂടെ ഉണ്ട്, സ്കില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ തവണയും അതുണ്ടായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തായിരുന്നു. നമ്മളുടെ യങ്ങർ ജനറേഷനെ ഒരു വേൾഡ് സ്റ്റാൻഡേർഡ്സിലേക്ക് സ്കില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ തുടങ്ങുകയും പല കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തായിരുന്നു. അത് ഇത്തവണയും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് തന്നെ വരാം, അല്ലെ? തിരിച്ചു വരാം. സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഷൂട്ടും കാര്യങ്ങളും, കാരണം ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്, അല്ലെ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ പിന്നെ ഡൗൺ ആയി. നമ്മളോട് ഉടനെ തന്നെ ചോദിക്കും, എന്ത് പറ്റി, പുതിയതൊന്നും വന്നില്ലേ എന്ന് ചോദിക്കും. നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ആക്ച്വലി നമ്മുടെ മെയിൻ കോറിൽ നിന്ന് മാറി പുതിയൊരു കാര്യം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത്. ചിലപ്പോൾ എനിക്ക് തോന്നും ഒരുപാട് സമയം ഇതിന് പോകുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ അതില്ലാതെ മുന്നോട്ട് പോകാനും പറ്റില്ല ഇനി ബിസിനസ്സിൽ. മാം, ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമുക്ക് പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഒരു മീഡിയ ഫീൽഡൊക്കെ വന്നത്, TV വന്നത്. അതിനുശേഷം ഇപ്പൊ എനിക്ക് തോന്നുന്നു പത്രത്തിനേക്കാളും അല്ലെങ്കിൽ മീഡിയ TVയേക്കാളും കൂടുതലും എല്ലാവരും ഫോണിലാണ്. അതാണ് സോഷ്യൽ മീഡിയ ഇത്രയും വിപുലമായി കിടക്കുന്നതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് തന്നെ ആ ഒരു മൊബൈൽ ഫോൺ എല്ലാവരുടെയും കയ്യിലുള്ളത് കൊണ്ട്. അപ്പോൾ ഒരു പോയിന്റ് തന്നെ നമുക്ക് എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാം കിട്ടും ലെവലിലേക്ക് എത്തി. സെറീനെ ഈ ഒരു ഫിംഗർ ടിപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. അതിൽ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്ന റീൽസ് ആയിരിക്കും, പുതിയത് വന്ന ഉടനെ അത് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോഷൂട്ട് തന്നെ ചെയ്യാറുണ്ട്, മോഡൽസിനെ വിളിച്ചിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് സിംഗേഴ്സ് ഒരുപാട് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ഇതുവരെ നമ്മുടെ ഡിസ്കഷനിൽ വന്നില്ല. മ്യൂസിക് എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ ഒരു മ്യൂസിക് ക്ലബ്ബുണ്ട്, ധ്വനി മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ക്ലബ്ബൊക്കെ ഉണ്ട്. അത് വൺസ് ഇൻ എ മന്ത് നമ്മൾ മീറ്റ് ചെയ്ത് എല്ലാവരും പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്ന ഒരു വേദിയാണ്. അപ്പം പല സിംഗേഴ്സുമായിട്ടും പരിചയപ്പെട്ടു ഈ മ്യൂസിക്കിലോട്ടുള്ള താല്പര്യം കാരണം. അപ്പോൾ ഒരുപാട് സിംഗേഴ്സ് ഇപ്പം നമുക്ക് വേണ്ടി പാട്ട് പാടുകയും നമ്മളുടെ സാരി ഉടുത്ത്, അതാണ് ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡാൻസേഴ്സും ചെയ്തിട്ടുണ്ട്. സോ ടിപ്പിക്കൽ മോഡൽസ് അല്ലാതെ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ്, എല്ലാം അറിയപ്പെടുന്ന, ഞാൻ എല്ലാവരുടെയും പേര് ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ എല്ലാം അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ നമുക്ക് വേണ്ടി പാടുകയും അല്ലെങ്കിൽ ഡാൻസേഴ്സ് ആണെങ്കിൽ ഡാൻസ് ചെയ്യുകയും ചെയ്ത് ആ രീതിയിലുള്ള അവരുടെ ഈവെന്റിലേക്ക് കൊടുക്കുകയാണോ, എങ്ങനെയാണ്? അല്ല ക്ലബിന് വേണ്ടി മാത്രമാണോ? അല്ല, നമുക്ക് സെറീനയ്ക്ക് വേണ്ടി. ഈ ക്ലബ്ബ് വഴിയായിരിക്കും പലരും വരുന്നത്. ഈ മ്യൂസിക് ഫീൽഡുമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇൻട്രൊഡക്ഷൻ അതുവഴിയായിരിക്കാം. പക്ഷെ ഇപ്പം സെറീനയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ മോഡലിംഗ് അവർ ചെയ്യുന്നത്. മോഡലിംഗ് അല്ല, ആക്ച്വലി അവർ നമ്മളുടെ സാരി ഉപയോഗിച്ച് പാട്ടുകൾ പാടുകയും അതിൻ്റെ റീല് നമ്മൾ കൊളാബ് ചെയ്യും, റീലും ഫോട്ടോസും ആ സമയത്ത് എടുക്കുന്ന ഫോട്ടോസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ AI വഴി ഉള്ള മോഡൽസും ഉണ്ടല്ലോ. AI വഴിയാണല്ലോ ഇപ്പൊ മോഡൽസ് എല്ലാം. നമുക്ക് റിയൽ ആണോ എന്നറിയാൻ പറ്റില്ല. പക്ഷെ ഇതാകുമ്പോ പിന്നെ ആർക്കും ഇത് AI ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു എങ്ങനെയാ, ഞാൻ ഒരു 1 year ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു സാന്നിധ്യം സെറീനയ്ക്ക് വരുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ പ്രോഡക്ട്സിൽ AI ഇല്ല, നമ്മുടെ കോറ് ഹ്യൂമൻസ് തന്നെയാണ്. ഹാൻഡ്ലൂംസ് വീവ് ചെയ്യുന്നവരും അതിൽ ക്രാഫ്റ്റ് ചെയ്യുന്നവരും ഒക്കെ തന്നെയാണ്. പക്ഷെ മാർക്കറ്റിങ്ങിന് നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട്. മാം പാടുവോ? ഇപ്പൊ പാടത്തില്ല. അത്യാവശ്യം പാടും. നമ്മുടെ ആ മ്യൂസിക് ക്ലബിൽ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര പാഷനാണ്, എനിക്ക് കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. പിന്നെ അവിടെ എല്ലാവരും പാടുമ്പോൾ ചിലപ്പം കൂട്ടത്തിൽ പാടും എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു പാട്ട് കേൾക്കാൻ പറ്റുമോ?
മാമിന് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കൊണ്ട് നടന്നൊക്കെ മിക്കവാറും എല്ലാം ചെയ്ത് തീർത്തു. അല്ല, ഇനിയും ഉണ്ടാകാം ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ ഞാൻ കുറെ കൂടി എന്താ പറയുക, ഈ ബിസിനസ് മാത്രമല്ലാതെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മ്യൂസിക് ഇഷ്ടമാണ്, കുറച്ച് ഗാർഡനിങ് ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. അപ്പം അതും കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയൊരു എക്സ്പാൻഷൻ ഒന്നും പോവാത്തത്. അല്ലെങ്കിൽ ഇപ്പം ഇത്ര നാളുകൊണ്ട് ഷോപ്സൊക്കെ നമുക്ക് പല സ്ഥലത്തോട്ടും ബുട്ടീക്സ് തുടങ്ങുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എൻ്റെ മറ്റ് താല്പര്യങ്ങളും കൂടി ചേർത്ത് പിന്നെ വലിയ ടെൻഷൻ റിസ്ക് ഒക്കെ എടുക്കാതെ അങ്ങനെ എൻജോയ്മെൻറ്റ് കളയാതെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു പോളിസിയാണ്. എന്നിരുന്നാലും കുറച്ചുകൂടെ സോഷ്യലി യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കൂടെ ചെയ്യണമെന്നുണ്ട് എനിക്ക്. അതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം ജൂൺ 5 വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ഉണ്ടായിരുന്നല്ലോ. അതിന് നമ്മളൊരു ഇക്കോ ഫ്രണ്ട്ലി കളക്ഷൻ സാരീസിൽ അത് അവിടെ ചെയ്തായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വന്ന കസ്റ്റമേഴ്സിനൊക്കെ ഓരോ സാപ്ലിങ്സ് കൊടുത്തായിരുന്നു. അപ്പം അതിൻ്റെ ഉദ്ദേശം ഒന്ന് ഈ ഹാൻഡ്ലൂംസിനെയും നാച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സിൽ നിന്നുള്ള സാരികളെയും ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതേക്കുറിച്ച് സംസാരിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാനായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എൻവയൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് അതും കൂടെ ഒന്ന് കൺവേ ചെയ്യാനാണ് ഈ സാപ്ലിംഗ് കൊടുത്തത്. അതുപോലത്തെ എന്തെങ്കിലും കൂടെ ഒക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ട്. ട്രിവാൻഡ്രത്തെ കസ്റ്റമേഴ്സിനെ കുറിച്ച് എന്തായിരിക്കും മാമിന് പറയാനുള്ളത്? കാരണം സെറീന എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്താണ്. സെറീന കേൾക്കുന്നത് തന്നെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്ത് സെറീന ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന ഒരു ബൊട്ടീക്കാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ട്രിവാൻഡ്രത്തെ കസ്റ്റമേഴ്സ്, ട്രിവാൻഡ്രത്തെ ആൾക്കാർ, ട്രിവാൻഡ്രം ഒരു ഹരമായി അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ മാമിൻ്റെ ഒന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ആക്ച്വലി ഞാനിവിടെ ബിസിനസ് തുടങ്ങുന്ന ഐഡിയ പലരുമായിട്ട് ഷെയർ ചെയ്തപ്പം എനിക്ക് കിട്ടിയ അഡ്വൈസ് ട്രിവാൻഡ്രത്ത് അധികം സ്പെൻഡ് ചെയ്യത്തില്ല, അതുകൊണ്ട് നല്ലൊരു ഐഡിയ അല്ല എന്നുള്ള രീതിയിൽ ഡിസ്കറേജ് ചെയ്താണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാൻ തുടങ്ങിയ കാലം മുതൽ നല്ല റെസ്പോൺസ് ആയിരുന്നു ട്രിവാൻഡ്രത്തു നിന്നുള്ള, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒന്നാമത് ഈ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് ഒക്കെ വലിയ കൗതുകത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ തന്നെ ഞങ്ങളുടെ ഒരു സ്റ്റുഡിയോയും ഇവിടെ PTP നഗറിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഈ വർക്ക് ചെയ്യുന്നതൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പം വലിയ സന്തോഷവും വലിയ പ്രോത്സാഹനവുമായിരുന്നു കിട്ടിയത്. ആക്ച്വലി വളരെ എന്താ പറയുക, നല്ലൊരു ക്ലാസ് ടേസ്റ്റുള്ള ഒരു ക്രൗഡാണ് ഇവിടെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ വളരെ ശരിക്കും അവരല്ലേ നമ്മളെ വളർത്തിയത്. ഇത്രയും 2 വർഷം മാത്രമാണ് ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നത്, ബാക്കി 38 ഇയേഴ്സും ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവരോടുള്ള നന്ദിയും കടപ്പാടും എന്നും ഉണ്ട് എൻ്റെ മനസ്സിൽ. ഇപ്പം ജനറേഷൻ മാറി, ആ ജനറേഷനിലുള്ളവരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് മാത്രമല്ല, ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സാധനങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്, അതിനുള്ള അറിവുമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ, എന്നാലല്ലേ ഇത് വാങ്ങാൻ തോന്നുള്ളൂ. ബിക്കോസ് അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വിലയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വാങ്ങുന്ന ഒരു ക്രൗഡുണ്ട്. അതുപോലെ ഇവിടെ എല്ലാ ഫാഷനും ഇപ്പോൾ ഇവിടെ ഉണ്ട്, അപ് ടു ഡേറ്റ് ആണ്. ഇപ്പോൾ ടെക്നോ പാർക്കിലും ഒക്കെ ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ എല്ലാ ഫാഷനിലും അപ്ഡേറ്റഡ് ആണെങ്കിലും ബ്ലൈൻഡായിട്ട് ഫാഷൻ ഫോളോ ചെയ്യുന്ന ഒരു ക്രൗഡല്ല ഇവിടെ ഉള്ളത്. അവരവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് അല്ലേ. ഒരു ബുട്ടീക്ക് തുടങ്ങുമ്പോൾ തന്നെ അതിന് വലിയൊരു ചലഞ്ചിങ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിനൊരു 1986 ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവിടെ മാം
ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ അതെന്തായാലും വലിയൊരു വെല്ലുവിളിയാണ്. ഇതാരെങ്കിലും വാങ്ങുമോ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് എത്തിക്കും, ഇതിനെങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്യും, ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എത്തിയിരുന്നാലും നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ തന്നെ ആയിരിക്കും. എങ്ങനെയാണ് മാം അതൊക്കെ ഒന്ന് തരണം ചെയ്ത് ഇത്രയും വലിയൊരു 40 വർഷം ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയ ആ ഒരു ചലഞ്ച് മറ്റുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ബുട്ടീക്ക് തുടങ്ങിയ ആളുകൾക്കും കൂടി ഒരു പ്രചോദനമായിരിക്കും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആക്സിഡൻ്റലായിട്ടാണ് ഈ ഫീൽഡിൽ വന്നതെങ്കിലും നല്ല റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നു. ഓർഡേഴ്സ് വരുന്നത് വിട്ടുകളയാനും തോന്നുന്നില്ല, അതിനുള്ള സെറ്റപ്പും ഇല്ല, കുട്ടികളും ചെറുത്, അങ്ങനെയുള്ളൊരു സമയമായിരുന്നു. അപ്പം ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ച്. ഇപ്പം ബിസിനസ്സിന് കിട്ടേണ്ട അറ്റൻഷൻ അതേ സമയത്ത് കുട്ടികൾക്കും കിട്ടേണ്ട, അവർ സ്കൂളിലൊക്കെ പോകുന്ന സമയം ആയിരുന്നു. അപ്പോൾ അവർ വരുന്നതിന് മുമ്പെയാണ് മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ ലഞ്ചും കൂടെ സ്കിപ്പ് ചെയ്തിട്ട് അവരുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് എന്തെങ്കിലും ഒരു അന്ന് ഇതുണ്ടായിരുന്നു 5 സ്റ്റാർ ഒരു ബാറൊക്കെ കഴിച്ച് അങ്ങനെ 4 മണി വരെ ഇരുന്ന് ഇവരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്ന് അങ്ങനെ അവരുടെ കാര്യങ്ങൾ അവർക്കൊരു ഇത് കാരണം അവർക്ക് എന്തെങ്കിലും ഒരു കുറവ് വരാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോഴും വലിയ വിഷമമായിരുന്നു. ഇവർ ഇളയ മോളെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു 5 വയസ്സ് 6 വയസ്സ് അപ്പം ആ ഒരു വിഷമമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അമ്മ വന്ന് നിൽക്കുമായിരുന്നു, എന്നാലും ഇവരെ പിരിഞ്ഞു പോകുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതൊരു ആ സമയത്ത് ശരിക്കും പറഞ്ഞാലൊരു ചലഞ്ച് എന്നല്ല, അതിനെന്താ പറയുക, ആ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു അത്. പിന്നെ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അത്രയും കൺവീനിയൻസ് അന്നില്ലല്ലോ, എല്ലാം ഫ്ലൈറ്റ് കണക്റ്റഡ് ഒന്നും അല്ലായിരുന്നു പല സ്ഥലങ്ങളും. അപ്പോൾ ട്രെയിനിലും ഒക്കെ റിസ്ക് ഒക്കെ എടുത്ത് ഒത്തിരി പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ആക്ച്വലി എൻ്റെ മൂത്ത മോളും കൂടെ ഉണ്ടായിരുന്നു. ലക്നൗവിൽ പോവുമായിരുന്നു ഞങ്ങൾ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാനിപ്പം മറന്നുപോയി. ട്രെയിനിൽ പോയപ്പോൾ ട്രെയിൻ ഒരു ഫോറസ്റ്റിൽ കൂടെ പോവാണ്. ആരൊക്കെയോ പറഞ്ഞിരുന്നു ഇങ്ങനെ ഫോറസ്റ്റ് റൂട്ടാണെന്നൊക്കെ, പക്ഷെ നമ്മളത് അത്ര കാര്യമാക്കിയില്ല. കുറച്ച് അങ്ങ് രാത്രി ആയപ്പോഴത്തേക്ക് കുറേ പോലീസുകാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ്റെ ആൾക്കാരാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. ചാടിക്കറി വന്നിട്ട് എല്ലാം ഷട്ടറൊക്കെ വലിച്ചിട്ട് ഡോറെല്ലാം അടയ്ക്കുക, പെട്ടി എന്തെങ്കിലും വാല്യുബിൾസ് ഉണ്ടെങ്കിൽ എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഡെക്കോയിറ്റ്സിൻ്റെ സ്ഥലമായിരുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ ഭൂലൻ ദേവി, അങ്ങനെയൊക്കെ ആ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് സ്ഥിരമായിട്ടും ഈ ഗ്യാങ് റോംബറി, ഇവരിങ്ങോട്ട് വന്ന് ട്രെയിനിനകത്തങ്ങ് വന്ന് ഇടിച്ചു കയറിയിട്ടങ്ങ് ഇത് ചെയ്യും, ലൂട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു പോലും ആ സമയത്ത്. നമ്മൾ അങ്ങനെ അതൊന്നും അറിയാതെ അത്രയും സീരിയസ് ഇല്ല അന്ന്. ചെറുപ്പത്തിന്റെ ഒരു ധൈര്യവും കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പാഷനും ഉണ്ടല്ലോ, പാഷനും മോട്ടിവേഷനൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ റിസ്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിപ്പം നമ്മൾ ബോംബെ പോയെന്ന് കേൾക്കുമ്പോൾ ബോംബെ ഭയങ്കര പോഷ് ആണല്ലോ എല്ലാവരുടെയും മനസ്സിൽ. നമ്മളവിടെ പോയിട്ട് നമ്മൾ പോകുന്ന മാർക്കറ്റ്സ് ഏറ്റവും എന്താ പറയാ എല്ലാം നമ്മൾ ചാണകത്തിലൊക്കെ ചവിട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മളുടെ വർക്കിനായിട്ട് പോകുന്നത്. അവിടെയും നല്ല പോഷായിട്ടുള്ള ഏരിയസും ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇനീഷ്യൽ ആ തുടക്കത്തിൽ ഉള്ള കഷ്ടപ്പാടുകളാണ്. പിന്നെ ഇപ്പോഴും അവിടെ പല സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. വാരണാസിയിലൊക്കെ പോയാലും നമ്മൾ പോകുന്ന മാർക്കറ്റ് ഏരിയസ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ കണക്ടിവിറ്റി ബെറ്റർ ആയതുകൊണ്ട് ഫ്ലൈറ്റിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാം ഇങ്ങനെ ഭയങ്കര ഗ്ലാമറായിട്ട് പുറമേന്ന് തോന്നുമെങ്കിലും ഇങ്ങനെയുള്ള കുറേ കഷ്ടപ്പാടുകളും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇനിഷ്യലി ആയിരുന്നു കൂടുതൽ. ഇപ്പം നമ്മൾ കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. കാരണം ഹാർഡ് വർക്ക് തന്നെയാണ് എല്ലാ സക്സസ്സിനും ഉള്ള ഒരു പടി എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക. മാമിനെ പോലെ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ബുട്ടീക്കുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ചില പേര് വഴിക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. പക്ഷെ അവർക്കൊക്കെ ഉള്ള ഒരു പ്രചോദനമാണ്
ഷീല ജെയിംസ് എന്ന് പറയുന്ന സെറീനയുടെ ഓൺട്രപ്രണർ. സോ മാമിന് എല്ലാവിധ ഭാവങ്ങളും. ഇനിയും 40 വർഷമേ ആയുള്ളൂ, ഇനിയുമുണ്ട് വർഷങ്ങൾ. ഇനി അത് 50 60 70 100 വർഷത്തിലെത്തട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച് മാം. കുറച്ച് സമയം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ കോൺവെർസേഷൻ. സമയം പോയത് അറിഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.